പുസ്തകം 33:15 വാക്യം. പുറപ്പാട് പുസ്തകം 33:15 വാക്യം. അതിന് അവൻ അവനോട്, തിരു സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. സ്തോത്രം. മോശ ആ ദൈവത്തോട് പറയുന്ന ഒരു വാക്കാണ്, തിരു സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. സ്തോത്രം. നമ്മളൊരു വായിച്ചു കേട്ട വാക്യങ്ങളിൽ ഒന്നാണിത്. നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. അതിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അതിന്റെ 32 അധ്യായം, ഇതിനു മുമ്പുള്ള അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, മോശ ഹോരേബ് പർവ്വതത്തില് ഹോരേബിൽ സീനായി തോന്നുന്നു പർവ്വതത്തില് സീനായി പർവ്വതത്തില് ദൈവത്തെ കർത്താവിനെ കാണുവാനായി പോയ സമയത്ത് താഴെ ജനം കാളക്കുട്ടി ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ആകെപ്പാടെ മറ്റൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് മോശ ഇറങ്ങി വരുന്നു, കൽപ്പല എറിഞ്ഞ് പൊട്ടിക്കുന്നു. എന്നിട്ട് ഒരു കൂട്ടം ജനത്തോട് തന്റെ കൂടെ കൂടുവാനും ജനത്തെ ഈ ദുശാഠ്യമുള്ള അല്ലെങ്കിൽ ഈ അന്യാരാധന ജനത്തെ വെട്ടിക്കളാന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭം. അങ്ങനെ സംഭവത്തിന് ശേഷം ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യം അതിന്റെ ആദ്യ വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം പറയുന്ന കാര്യമാണ്, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നതുകൊണ്ട് നിങ്ങളോട് ഞാൻ വരത്തില്ല, പക്ഷെ നിങ്ങളോട് ഞാൻ ചെയ്ത പ്രോമിസ് അതുപോലെ നീക്കാൻ തരും. അതിനോട് നിങ്ങളുടെ കൂടെ ഞാൻ ദൂതനെ അയക്കും. ഒന്നും വിഷമിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടർന്നോളൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ എന്താണോ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തത് അത് നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ പൊയ്ക്കോളാൻ വേണ്ടി മോശയോട് ജനത്തോട് ദൈവം പറയുന്ന ഹല്ലേലൂയ വാക്കിനോടുള്ള മറുപടിയായി മോശെ പറയുന്ന ഒരു മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുതേ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു ശരിക്കും ഇതൊരു ഇന്റിമസിയുടെ വാക്കാണ്. ഒരു സൈഡിൽ മോശയോട് ദൈവം പറഞ്ഞ പ്രോമിസ് അതുപോലെ ചെയ്യാമെന്ന് ദൈവം പറയുന്നുണ്ട്. മോശെ, നിന്നോട് ഞാൻ പറഞ്ഞ പ്രോമിസ് അതേപോലെ ചെയ്തു തരാം, ഒട്ടും വിഷമിക്കേണ്ട, പക്ഷെ ഞാൻ കൂടെ പോരത്തില്ല. കാരണം വേറൊന്നും ദുശാഠ്യമുള്ള ജനമാണ് നിങ്ങൾ ദുശാഠ്യമുള്ള ദൈവം നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ നിങ്ങൾ ദുശാഠ്യമുള്ളവരായതുകൊണ്ട് നിങ്ങൾ ഇനി എന്തെങ്കിലും പോകുന്ന വഴിക്കും എന്തെങ്കിലും കാണിച്ചാൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ നിങ്ങൾ നശിപ്പിച്ച് കളയാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ മോശ പറയുക, കർത്താവെ അത് പാടില്ല, ഞങ്ങളുടെ കൂടെ അങ്ങ് വന്നേ പറ്റത്തുള്ളൂ എന്ന് മോശ പറയുക. അപ്പൊ ഇന്റിമസിയുടെ ഒരു വാക്കുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളോട് ദൈവം പറയാം, ബിജു നീ ഇതുപോലെ അങ്ങ് പൊയ്ക്കും, ഞാൻ നിന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാം, പക്ഷെ എന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളൊരു നോർമൽ ഹ്യൂമൻ ബീങ് എന്താ നോർമൽ ചിന്തിക്കാറുള്ള, എന്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. എന്നോട് ദൈവം പറഞ്ഞു എനിക്ക് തരും, അത് തരും, എന്നോട് എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓക്കെയാ, എന്റെ ഭാവി ഓക്കെയാ, എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ അങ്ങ് പോകാം എന്നുള്ളൊരു പലപ്പോഴും അങ്ങനൊരു ബോധ്യം, അങ്ങനൊരു ചിന്തയാ പലപ്പോഴും നോർമൽ ഹ്യൂമൻ ബീങ്ങിനൊക്കെ ഉണ്ടാവാറുള്ളത്. സാധാരണ വിശ്വാസത്തിലൊക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങനെ പൊതുവെ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ചിന്ത അങ്ങനെ തന്നെയാണ്, പലപ്പോഴും അകത്ത് അങ്ങനെ തന്നെയാണ്. എന്റെ കാര്യങ്ങൾ നടന്നു കിട്ടണം, എനിക്ക് എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ നടന്നു കിട്ടണം, എനിക്ക് എന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനുണ്ട്, അതൊക്കെ സ്മൂത്തായി കാര്യങ്ങൾ പോകണം, എന്റെ കാര്യം, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എന്റെ ബന്ധുക്കളുടെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം, 10 വർഷം ഇന്നു മുതൽ 10 വർഷങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ എല്ലാം നടന്നു കിട്ടണം. ഹല്ലേലൂയ എന്നുള്ള ഒരു ആഗ്രഹം പലപ്പോഴും നമ്മൾക്കുള്ളത്. നമ്മുടെ ദൈവത്തോട് അടുക്കണമെന്നുള്ള ആഗ്രഹം പോലും പലപ്പോഴും ആലോചിച്ച് നോക്കി, എന്താ നമ്മുടെ ആഗ്രഹം? ദൈവം എന്നിലേക്ക് ഒത്തിരി അടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ എന്താ ശരിക്കും മെയിൻ ചെയ്യുന്നത് നമ്മൾ? സ്തോത്രം. എനിക്കൊന്നിനും ഒത്തിരി അറിയണം, അങ്ങനെ ഒത്തിരി അടുക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്തെ ഉള്ള ആഗ്രഹം എന്താ? സ്തോത്രം. അതൊരു ചോദ്യമാണ്. ഹല്ലേലൂയ. മോശ പറയാ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് പോരുന്നില്ല, ഞങ്ങളെ വിടരുത് കർത്താവേ. ഇന്റിമസിയാണ് അത് കാണിക്കുന്നത്. കാരണം മോശയ്ക്ക് വേണ്ടത് സാന്നിധ്യമാണ്, ദൈവത്തിന്റെ പ്രസൻസാ വേണ്ടത്. അതിനുമുള്ള അദ്ദേഹങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും, മോശ പലവട്ടം ദൈവത്തിന്റെ ശക്തി കണ്ടതാ, പലവട്ടം ദൈവത്തിന്റെ പവർ കണ്ടതാ. ഹല്ലേലൂയ. മോശ ദൈവത്തോടു കൂടെ 40 ദിവസം പർവ്വതത്തിലായിരുന്നപ്പോ ദൈവം മോശയോട് അരുളി ചെയ്തതെല്ലാം അത് കണ്ട് ജനം പേടിച്ചു പോയെന്നാ പറഞ്ഞേ. മോശയോട് പറയുന്ന കാര്യം, ഞങ്ങളോട് ദൈവത്തെ പറയാം, ദൈവമേ ഞങ്ങളോട് നിങ്ങൾ നേരിട്ട് സംസാരിക്കരുത്, ഞങ്ങൾക്ക് മോശയോട് പറഞ്ഞ് മോശ അങ്ങോട്ട് പറഞ്ഞാൽ മതി, എന്ത് കാര്യം പറയണമെങ്കിലും നീ ഞങ്ങളോട് സംസാരിക്കേണ്ട. അത്രത്തോളം ഭയാനകമായ കാഴ്ചയായിരുന്നു അവർ കണ്ടത്. അത്രത്തോളം ദൈവത്തിന്റെ ആ ഒരു ഉഗ്രഭാവം അവർ കണ്ടു. ദൈവത്തിന്റെ രൂപം കണ്ടെന്നല്ല പറയുന്നത്, ദൈവം അരുളി ചെയ്ത രീതി കണ്ടു, അത് ഭയാനകമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ പവർ കണ്ടതാ. ചെങ്കടൽ വിഭാഗിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ശക്തി കണ്ടതാ. ഫറവോനും കൂട്ടരും അത് വീണ് നശിച്ചു പോയപ്പോൾ അവിടെ ദൈവത്തിന്റെ പവർ കണ്ടതാ. അങ്ങനെ പല വഴികൾ ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ശക്തി കണ്ട ജനമാണ് അല്ലെങ്കിൽ വ്യക്തിയാണ് പറയുന്നത്, എനിക്ക് അങ്ങയുടെ സാന്നിധ്യമാണ് വേണ്ടത്.
ഇന്റിമസിയാണ് വേണ്ടത്. ഹാലലൂയ. ആ പവർ അല്ല, ആ പവറിന്റെ പ്രദർശനമല്ല കാണേണ്ടത്. എനിക്ക് അപ്പന്റെ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് വേണ്ടത്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ആ സാന്നിധ്യം കൂടെ പോകണം. ആ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടെ നിന്ന് പോകണ്ട. അത് ഇന്റിമസി, ദൈവത്തോടുള്ള ഇന്റിമസി. ഒരു വാക്ക് കിടക്കുന്നുണ്ട് അവിടെ. ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ദുശാഠ്യമുള്ള ജനമായതുകൊണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്ക്, നിങ്ങളുടെ കൂടെ ഞാൻ വരുന്ന വഴിക്ക് നിങ്ങൾ വീണ്ടും ഇത് കാണിച്ചാൽ നിങ്ങൾ എന്നെ സംഹരിച്ചു കളയാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ വരുന്നില്ല. നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു. അപ്പോഴും അങ്ങനെ ഒരു അപകടം ഒളിഞ്ഞിരിക്കുമ്പോൾ മോശ പറയുന്ന കാര്യമാ, അതൊന്നും സാരമില്ല കർത്താവേ, ജനം കൂടെ ദുഃഖിച്ചെന്നാ പറയുന്നത്, ഞങ്ങൾക്കത് വിഷയമല്ല, അങ്ങയുടെ സാന്നിധ്യം കൂടെ വേണം. ആ ഇന്റിമസി എനിക്ക് വേണം കർത്താവ്, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് കൂടെ വേണം, മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട്. ഞാൻ അങ്ങയുടെ ശക്തി കണ്ടു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കണ്ടു, ഞങ്ങളെ അപകടങ്ങൾ രക്ഷിക്കുന്നത് കണ്ടു, അങ്ങയുടെ വലിയ ഉഗ്രഭാവം കണ്ടു, അങ്ങയുടെ എല്ലാം ഞങ്ങൾ കണ്ടു കർത്താവെ. പക്ഷെ ഒന്നുമല്ല, അങ്ങയുടെ സാന്നിധ്യം കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളിവിടുന്ന് പുറപ്പെടാൻ തയ്യാറല്ല കർത്താവെ. ഞങ്ങൾക്ക് പറഞ്ഞ പ്രോമിസ്, അങ്ങ് എല്ലാ പ്രോമിസുകളും തരാമെന്ന് പറഞ്ഞാൽ പോയി. ഹല്ലേലൂയ. അങ്ങില്ലെങ്കിൽ, അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ, എനിക്ക് അങ്ങയെ കൂടെ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട കർത്താവ് എന്നുള്ള ഒരു 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 പറയുകയാണെങ്കിൽ ഒരു ഭക്തന്റെ ഹൃദയത്തിന്റെ വലിയ ആഗ്രഹത്തെ നമ്മൾ കാണുന്നതാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് ദൈവത്തോട് വലിയൊരു ആഗ്രഹം അങ്ങനെ വരുന്നുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ ഓഫ് കോഴ്സ് വേണം, വേണമെന്നല്ല, നമ്മൾ ഈ ഭൂമി ജീവിക്കാൻ നമുക്ക് എല്ലാം വേണം. നമുക്ക് ദൈവം തരും, ദൈവത്തിന്റെ ആഗ്രഹമാണ്. മക്കളായതുകൊണ്ട് ഉറപ്പായിട്ട് ദൈവം തരും. അപ്പോൾ തന്നെയും ഇത് ആഗ്രഹങ്ങൾ തരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കണമെന്ന് നമുക്കുള്ളിൽ ആഗ്രഹമുള്ളപ്പോൾ തന്നെയും ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ കൂടുതൽ കൊതിക്കുന്നുണ്ടോ? എന്റെ ഏത് അവസ്ഥകളിലും ഞാൻ എപ്പോഴും ആ ദൈവ സാന്നിധ്യം അലേർട്ടായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കൽ ഡി എൽ മൂടി ഒരു ബ്രിട്ടന്റെ സ്ട്രീറ്റിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവ സാന്നിധ്യം വളരെ ശക്തിയോടെ ആ മനുഷ്യന്റെ മേൽ വന്നു. അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് എൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്തിന്റെ ഭവനത്തിലേക്ക് ഓടി ചെന്നിട്ട് തൊട്ടിട്ട് പറഞ്ഞു, എനിക്കൊരു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഡോർ തുറന്നു കൊടുത്ത് ഒരു മുറി കയറി അനേകം മണിക്കൂറുകൾ ചിലവഴിച്ചു. ആ ദൈവസാന്നിധ്യം കരഞ്ഞു, അദ്ദേഹം വേർഷിപ്പ് ചെയ്തു. ഇതൊക്കെ ഒറ്റ ദൈവത്തിന്റെ ഭക്തരായ മനുഷ്യ അനുഭവങ്ങളാണ്. ജോൺ വെസ്ലി, അവരൊക്കെ അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഈ സംഭവത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഈ ക്ലിയർ മൂഡ് എന്ന് പറഞ്ഞ വ്യക്തി ആ ഫിസിക്കൽ അപ്പിയറൻസിൽ മാറ്റങ്ങൾ സംഭവിക്കുകയില്ല, മറിച്ച് ആന്തരിക മനുഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശുശ്രൂഷയിൽ ആന്തരിക മനുഷ്യന് ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കുക. എന്താ അൾട്ടിമേറ്റ്ലി എന്താ ഇതിന്റെ അർത്ഥമുണ്ട്? യേശുവിനെ പോലെ ആവുക. എന്താ സ്പിരിച്വൽ മെച്ചൂരിറ്റി എന്ന് പറയുന്നത്? ആ സാന്നിധ്യം കൊതിക്കുക, ആ ദൈവത്തിനെ കൂടുതൽ അടുക്കുക, ദൈവമേ അങ്ങേപ്പോലാകാൻ എനിക്ക് കഴിയുക എന്നുള്ളൊരു ആഗ്രഹം. സ്തോത്രം. ഹല്ലേലൂയ. അറ്റ്ലീസ്റ്റ് ആ ദൈവസാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ വേണമെന്നുള്ള ഒരു താല്പര്യം, ആ ഇന്റിമസി എനിക്ക് വേണം കർത്താവ്. എന്റെ ഏത് അവസ്ഥകളിലും ഏത് നിമിഷങ്ങളിലും അങ്ങേ അറിയുക എന്നുള്ളൊരു ആഗ്രഹം, ദൈവത്തിന്റെ കൂടെ നടക്കാനൊരു ആഗ്രഹം. ദൈവം പോകാത്ത വഴികളിൽ, ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളിൽ, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വേണ്ട, ദൈവം ആഗ്രഹിക്കാത്ത വഴികളിൽ എനിക്ക് പോകേണ്ട, ദൈവം ഇഷ്ടപ്പെടാത്ത വാക്കുകൾ എനിക്ക് പറയേണ്ട, ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേൾക്കേണ്ട, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ കാണേണ്ട എന്നുള്ള ചിന്തകൾ, എന്നുള്ള ഡിസിഷൻസ്, ആ ഇന്റിമസി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അതിൽ വളരുവാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. മോശ പറഞ്ഞതുപോലെ, ദൈവമേ അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോകണ്ട, അല്ലെങ്കിൽ എനിക്ക് അങ്ങയല്ലാതെ അതിനപ്പുറത്തേക്ക് അങ്ങയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ദിവസങ്ങളിൽ ഉണ്ടായി വരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ ഉപരി, നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി, നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളെക്കാൾ ഉപരിയായി, നമ്മുടെ ബന്ധങ്ങളെക്കാൾ ഉപരിയായി, നമ്മുടെ മറ്റെന്തിനേക്കാൾ ഉപരിയായി ദൈവത്തോടുള്ള ഇന്റിമസിയിൽ വളരുവാൻ തക്കോണം ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മളെ വാക്കുകൾ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥന വിഷയങ്ങൾ ചേർന്ന സമയമാണ്. അതിനുവേണ്ടി ആ സമയത്തെ വേദനിക്കുന്നു. എല്ലാ ദൈവങ്ങളും ദൈവം സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.